Ajay, എന്തായിരുന്നു? I cannot believe this is your first performance. Unbelievable. Totally bindas. Rahul, പച്ച ആളെയാണല്ലോ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പറയൂ എന്താണ് അജയുടെ കാണിച്ചത്? I cannot believe that അയാളുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണെന്ന്. പെർഫോമൻസ് അടിപൊളി ചെയ്തിട്ട്. Unbelievable. I especially liked our moonwalkum, our dancing. ഡാൻസ് പഠിക്കണ്ടോ? എന്താണ്? എന്താ ഏത് ജോണറാണ്? കുറച്ച് കഥക്കറിയാം. കഥക്കൊക്കെയാണോ? ഓൾറൗണ്ടർ ആണോ? രാഹുലെ പോലെ ആണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒരു പ്രേക്ഷകർ അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അജയ്. പക്ഷെ ജഡ്ജസ് പറയുമ്പോഴാണല്ലോ അതിന്റെ ഒരു ശരിയായ രീതി. സോ ഹരിജി, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു. അജയന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ? ഹൗ വാസ് ഇറ്റ് ഫോർ യു? ഹായ് മൈക്കിൾ. എവിടെയൊക്കെ where did you learn to dance like this? കണ്ടുപിടിച്ചതാ തന്നെ. എന്താ കണ്ടുപിടിച്ചതാണ്? കണ്ടുപിടിച്ചോ? ഓക്കെ. ബട്ട് ദിസ് ഈസ് യുവർ 50th പെർഫോമൻസ് അല്ലേ? ഇതിനു മുമ്പ് കുറെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? 50 പെർഫോമൻസ് അല്ലേ ഇത്? ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ആണോ അത്? No. Come on, you're joking. Very well done. Only and the dance ഒരു enthusiasmത്തിലെ സെക്കൻഡ് ചരണമില്ലേ, അവിടെ ടയർഡായി അജയ്. സോ കുറച്ച് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ സിംഗിങ്. ഇറ്റ് ഈസ് സിംഗിങ് ഫസ്റ്റ് ദെൻ ഡാൻസിങ്. ബട്ട് അമേസിംഗ്. കീപ് ഇറ്റ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഹരിജി. ചിത്ര ചേച്ചി, ശരിക്കും അജയ് ഉണ്ടല്ലോ, അജയ് സ്റ്റാർ സിംഗറിന്റെ ഒരു സ്റ്റേജ് എങ്ങനെയാണെന്ന് കണ്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുത്ത് വന്ന പോലെയായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്. മോൻ ചെയ്ത ഓരോ മൂമെന്റ്സിലും ഡാൻസറിന്റെ ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു. ഡാൻസേഴ്സ് വളരെ ഭംഗിയായിട്ട് ചെയ്തു. എനിക്ക് പറയാനെന്ന് പറയുമ്പോൾ അജയ് മോൻ നല്ലോണം കൂടുതലായിട്ടും പെർഫോമൻസിലേക്ക് ഇത്തിരി കോൺസെൻട്രേഷൻ കൂടിപ്പോയി എന്ന് തോന്നി എനിക്ക്. അത് കാരണം പാടുന്ന സമയത്ത് ആ സ്റ്റെപ്സ് ഒക്കെ ചെയ്തതിലാണ് കുറച്ച് ശ്രുതി അവിടെ പല്ലവിയിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ലിറിക്സിന് മിസ്റ്റേക്കും ഉണ്ടായിരുന്നു കേട്ടോ. ലിറിക്സ് ക്ലാരിറ്റിയും ഇംപ്രൂവ് ചെയ്യണം. ഈ മുഖം മതി, മലയാളത്തിൽ ഖ വേണ്ട, തമിഴിൽ അത് പറയുമ്പോൾ മുഖം എന്ന് പറയില്ല കേട്ടോ. അങ്ങനെ ലിറിക്സിൽ കുറെ മിസ്റ്റേക്ക് ഉണ്ട്. പാടുന്നതിന് മുമ്പ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കയറണം കേട്ടോ. താങ്ക് യു. ശ്രീയാക, ഞാൻ അജയ് എന്ന് വിളിക്കില്ല, ജോർജ് എന്ന് വിളിക്കില്ല, ഞാൻ മിസ്റ്റർ ഗുല്ലു. നീ ഒരു ഗുല്ലുവാണ്. ഗുല്ലുവിന് ഞാൻ രണ്ട് അപ്പുറത്തിരിക്കുന്നതിന് ഒരു പേരിട്ട് കൊടുത്തു. അവന്റെ ജീവിതകാല അഭിലാഷങ്ങൾ പൂവണിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ആ പേര് ഞാൻ പറയണ്ടല്ലോ, ഷോർട്ട് ഫോം പറഞ്ഞാൽ വി എന്നാണ്. പിന്നെ ചോദിച്ചോണ്ടാണ് എന്ന് പറഞ്ഞാൽ ഗുല്ലുവിന് ഞാനൊരു പേര് ഞാൻ സമ്മാനിക്കുന്നതാണ് സമീപ ഭാവിയിൽ. മനോഹരമായിരുന്നു. എക്സലന്റ്. എത്ര വയസ്സായി? 17 വയസ്സിൽ ഇത്രയൊക്കെ മതി. സിനപ്പോ ഹരൻ സാറും ചിത്രയൊക്കെ പറഞ്ഞ പോലെ ചരണമാണ് എനിക്ക് ഈ ഇത്രയും സ്റ്റെപ്സ് ചെയ്തപ്പോഴത്തേക്ക് ചരണത്തില് കൺട്രോൾ പോകുന്നു. അത് പോവാതെ തന്നെ ചെയ്യാൻ സാധിക്കുകയോ വളരെ നല്ലത്. ഇപ്പൊ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. എന്തായാലും കുറച്ച് പിക്ചേഴ്സ്, കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്യണം. പക്ഷേ ഫോർ എ ബിഗിനർ ടു മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഒരു എക്സസൈസ് എന്ന് വെച്ചോളൂ. യു ഡു യുവർ സ്റ്റെപ്സ്. the പല്ലവിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലേ, അല്ലല്ലേ, സൈഡ് വൈസ് എന്താ ചെയ്ത്? അതില്ലേ, അത് ചെയ്തിട്ട് ഗിവ് എ നോട്ട്. മ്യൂസിക് പ്ലീസ്. അത് പാടിയിട്ട് അത് ചെയ്യൂ. ഇതാണ് നിന്റെ എക്സസൈസ്. If you keep doing this, you can sing when you're dancing. All right. Thank you very much, Hariji. Steady ആയിട്ട് ഇരിക്കണം. That moment should not affect your voice. അതാണ് ഒരു ഐഡിയ with this practice. Okay? Excellent piece of advice there from Hariji. And finally, MJ sir. ഇപ്പൊ ഹരിജി പറഞ്ഞ ഈ എക്സസൈസ് ഞാൻ വീട്ടിൽ ചെന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് മോനെ, it was fantabulous. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയൊരു ക്ലൂ കുറച്ചുകൂടെ നന്നാക്കാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പോസേഴ്സ് എപ്പോഴും പാട്ടുകളിൽ ഒരു ഹുക്ക് ലൈൻ ഉണ്ടാകും. ഈ പാട്ടിൽ ഏതാണ് ഹുക്ക് ലൈൻ? വെരി ഗുഡ്. ഓക്കെ, ഈ ഹുക്ക് ലൈൻ നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ
ഈ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പാടാൻ പറ്റും, ആ ഹുക്ക് ലൈൻ എങ്ങനെ കുറച്ചുകൂടെ സിഗ്നിഫിക്കന്റ് ആക്കാൻ പറ്റും. അപ്പോൾ പെർഹാപ്സ് യു കുഡ് ബിഗിൻ വിത്ത് ഇറ്റ് വിതൗട്ട് ഓർക്കസ്ട്ര. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത് അങ്ങനെ അവൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി അങ്ങനെ ഒന്ന് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിൽ വേറൊരു ഇംപ്രവൈസേഷൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഹരിജി, just demonstrate how we can go on improvising from there. Na 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 na. Hey, ta da 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 da. Be be ba ba be be be. Ta da 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 da. Ta da be ba ba ta ba ke ke ba 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 da. Come on everybody. Oh, ta 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 da 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 da. Ta ta da be da ba ba da 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 da. Sunny ba 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 ma ga sa ni sa sa na 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 na. You can go on like this. Yeah, I think this is known as performance skill. When you hook the audience with that. Yeah. അപ്പോ എനിക്ക് പറയാനുള്ളത് മോന്റെ പാട്ടില് ആ കേക്ക് കൊണ്ട് ഇങ്ങനെയുള്ള ഐസിങ് കൂടെ അതിലൂടെ ചേർക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ റെഡി? Ajay, first round of marks on an idea Star Singer season 6. Let's see where to start. Chitra Chechi, out of 40. 40 മോനെ 33. Shriyaka? എന്റെ 30ലാണ്. Okay. 30 26. 26, which is very good. MJ sir? And 25 plus 1 for the moonwalk. Excellent. 26 again. Adum 30 lana. And 100 marks കഴിഞ്ഞു. But Hariji, how would you like to rate Ajay's performance? Ajay, great performance, but I'm not going to give him too much grading because I want him to work hard. Okay. Because he's got a lot of potential. So I give him a B. A B. Yes. Total score is 85. Steve Chaitan, brilliant start, brilliant performance. Keep it up. Ajay stroke George stroke Gullu. ദയവായി എനിക്ക് വേണ്ടി SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് സ്പേസ് ഗുല്ലു, GULLU.